I'm wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have your doubts, not what I'm about. Have your cloud, it be raining now, I keep making sound, go another round, I'm legend bound, can't stop me. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ക്യൂബ് അക്വാറ്റിക്സ് ഏകദേശം 3 വർഷം മുന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അന്ന് കണ്ട ആ ഒരു ഗപ്പി ഫാമല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സംഭവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് 2 പാർട്ടായിട്ട് എടുക്കുകയാണ്. കാരണം അത്രയും ഗപ്പികൾ ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് പ്രീമിയം ഗപ്പികളുണ്ട്, പിന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്ന കുറച്ച് ഗപ്പികളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഹോൾസെയിലും റീറ്റെയിലായിട്ട് ചെയ്യുന്ന ആ ഒരു ഫാമിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഗപ്പി ഫാം എടുത്തിട്ട് പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് പ്രീമിയം ഗപ്പീസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്യൂബ് അക്വാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാളുടെ പേരൊന്നും പറഞ്ഞോളൂ. ഇത് നമ്മളുടെ സൈത്താടൻ, ഞാൻ റജിൻ. ഇപ്പോൾ നമ്മളുടെ ഫാം വരുന്നത് ഇവിടെ തൃശ്ശൂർ ചാഴൂർ വടക്കേ ആല്, പെരുങ്ങോട്ടുകാരടുത്ത് തപ്രയാറടുത്ത് ചാഴൂർ വടക്കേ ആല് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിനടുത്തായിട്ടാണ് നമ്മുടെ ഫാം വരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നത്? അതെ, ഈ ഒരു ഏരിയ ഏകദേശം ഒരു 7000 സ്ക്വയർ ഫീറ്റോളം ഒരു ഏരിയ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുതിയതെന്നല്ല, കുറച്ച് നാളായി. ഇത് ഇപ്പോഴും ഇൻ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇനിയും ഇപ്പോൾ പുതിയ ഷെഡുകൾ നമ്മൾ പണിയുന്നുണ്ട്. വേറൊരു ഏരിയ അവിടെ ബെറ്റാസിൻ്റെ ബോട്ടിലിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ഏരിയ പോലെയായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമ്മളൊരിക്കലും എന്താ പറയുക, പ്രീമിയം ഗപ്പി ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഫിഷ് കൊടുക്കില്ല. അതെ, അതിന് നമ്മൾ സെപ്പറേറ്റ് വേറൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾസെയിൽ മാത്രം ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിപ്പോൾ നമ്മൾ പുതിയ ഷെഡുകളൊക്കെ നമ്മളിവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര വെറൈറ്റി ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാനുണ്ടാവും? നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു 6-7 വെറൈറ്റി നമുക്ക് കാണിക്കാനായിട്ടുണ്ടാവും. അതെ, ഓക്കെ. നമുക്കെന്നാ ഓരോന്ന് നോക്കില്ല, നോക്കാമല്ലോ. ഒരു ഫ്രണ്ട്സ്, ഇതാണ് ഫാം. 7000ഓളം സ്ക്വയർ മീറ്ററിലാണ് ഈ ഒരു ഫാം കിടക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് ഒരു സംഭവം. അത് സസ്പെൻസ് ആക്കി വെക്കുകയാണ്. ഈ റിങ് കണ്ടോ, ഇതൊരു സംഭവമാണ് ഈ റിങ്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയില്ല, വീടിൻ്റെ കുറച്ച് പകുതി ആകുമ്പോഴാണ് പറയുള്ളൂ. ഇതിലെല്ലാവരും വിചാരിക്കുന്നത് ഫിഷാണ്, പക്ഷെ അതൊന്നുമല്ല. ഇതുവരെ അങ്ങനെ ആരും ചെയ്യാത്തൊരു സംഭവം ഈ ഒരു ടാങ്കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജ് കേസുകളും ഉണ്ട്. ഫ്രിഡ്ജ് കേസ് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ബേസിൽ വലിയ ടാങ്കിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗപ്പികൾ. അപ്പോൾ ഓരോ ടെൻറ്റ് കെട്ടിയിട്ട് അതിൽ ഗ്രീൻ നെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ ഇതാ വലിയ ടാങ്കിൽ അതിൽ ഷീറ്റ് ഇറക്കിയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വലിയൊരു ഗപ്പി ഫാമിനായി ഇപ്പോൾ അത്. അപ്പോൾ നമുക്കിനി ഓരോന്നും നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിനെ നമുക്ക് ചോദിച്ച് നോക്കാം. അപ്പോൾ രജനി, ഇതിപ്പോൾ വലിയൊരു സംഭവമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇതേമാരത്തെ പല ടാങ്കുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 9 അടി 6 അടി ടാങ്ക് ഇപ്പോൾ 9 അടി 6 അടി സൈസിലാണ്. ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണോ? അതോ അത് കുഞ്ഞുങ്ങളെ നമ്മൾ ഗ്രോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. വലുതാക്കാനുള്ള. അതെ. അപ്പോൾ ഇത് എത്ര സൈസായിട്ടുള്ള പുള്ളിക്ക് എടുക്കുക? ഇപ്പം ഇതിനകത്ത് നമുക്കൊരു 2 മാസം ആ ഒരു ഇതുവരെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. 2-2.5 മാസം സെയിലിനുള്ള സൈസ് ആവുന്നവരെ. അതെ. അത് കഴിഞ്ഞ് അതെ നമ്മൾ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ആണ് എടുത്ത് മാറ്റുന്നത്. കുഞ്ഞുങ്ങളെ അതെ, കാരണം ഇതിനകത്തുനിന്ന് മുഴുവൻ കുഞ്ഞുങ്ങളെ നമുക്ക് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ ബ്രീഡിംഗ് ബോക്സ് എടുത്തിട്ടാണ് ഇത് എടുക്കുക. അപ്പോൾ ബ്രീഡിംഗ് ബോക്സ് ഫ്രീ ആയി വിടുക. ബ്രീഡിംഗ് ബോക്സിൽ നമ്മൾ കുട്ടികളെ നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് വിടും. അപ്പോൾ അവർക്ക് ആ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതെ. പിന്നെ കുറച്ച് നാച്ചുറൽ ലൈറ്റ്, വെള്ളം ഇതൊക്കെ വരുമ്പോൾ ആൽഗ വാട്ടർ ഒക്കെ ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രോത്ത് ഡിഫറൻസ് ഉണ്ട്. എല്ലാ ടാങ്കിലും ആൽഗ വാട്ടറാണല്ലോ. അതെ. അപ്പോൾ പുറമേ നമ്മളിപ്പോൾ സാധാ വാട്ടറിനേക്കാളും ഒരു 15 ദിവസം നമുക്ക് അധികം ലാഭം കിട്ടും. അതെ, തീർച്ചയായും 15 പോരാ, അതിനും കൂടുതൽ നമുക്ക് സൈസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇവിടെ ഇപ്പം എല്ലാ ടാങ്കിലും ഒരു ഐറ്റം അല്ലല്ലോ, വേറെ ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത്. എല്ലാം ഓരോ ബ്രീഡുകളും മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പിന്റെ ഇതിന് ആഴപ്പം എങ്ങനെയാണ്? ഇതിനൊരു 2 അടിയുടെ അടുത്ത് 1.5 അടി 2 അടിയുടെ അടുത്ത് താഴ്ച ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. കണ്ടപ്പോൾ നല്ല ആഴം. ഇല്ല, അത് നമുക്ക് ഗപ്പികളായതുകൊണ്ട് അവർക്ക് അധികം ഹൈറ്റ് റിക്വയർഡ് അല്ല. ഇപ്പം ഇതിൽ ഈ ഗ്രീൻ വാട്ടർ എന്ന് പറഞ്ഞത് എത്ര ദിവസം വെള്ളം, എത്ര ഇതുണ്ടായി വെള്ളം? നമ്മളിത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അതും നമ്മളുടെ ഈ സിസ്റ്റം ഒരു ഓവർഫ്ലോ സിസ്റ്റം പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഈ പൈപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇതിനകത്തു നിന്നാണ് വെള്ളം ഫില്ലാവുക. ഫില്ലാവുന്നതിനനുസരിച്ച് ഈ ഓവർഫ്ലോ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് വെള്ളം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അതെ.
അല്ലാതെ ഫുള്ളായിട്ടുള്ള ഒരു വലിയ വാട്ടർ ചേഞ്ച് നമുക്ക് പറ്റുന്നില്ല, ചെയ്യുന്നില്ല. ഈ വാട്ടർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ന്യൂ വാട്ടർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഓൾഡ് വാട്ടർ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു. ഇപ്പൊ ഈ ഇത്രയും വലിപ്പമുള്ള ടാങ്ക് എത്ര ഉണ്ട് ഇപ്പൊ ഇതില്? ഇത് നമുക്ക് 30 ടാങ്കുകളാണ് ഈ ഒരു ഷെഡിനകത്ത് വരുന്നത്. 30 ടാങ്ക് ഈ ഷെഡിനകത്ത്. ഈ ഷെഡിനകത്ത് എത്ര ഷെഡ് ഉണ്ട്? അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു 60 ടാങ്കോളം ഉണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ ഈ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അതെ. ഇതിലിപ്പോ സെയിൽ പർപ്പസിനായിട്ടുള്ള സൈസുള്ളതാണല്ലോ. അതെ അതെ. അപ്പൊ ഏകദേശം ഓരോ ഫ്രിഡ്ജിൽ എത്ര ഉണ്ടാവും? ഇത് നമ്മളൊരു ടാങ്കിൽ 100 പീസാണ് നമ്മൾ ഇടുക. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിതൊരു ഹോൾസെയിൽ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ എളുപ്പത്തിലാണ്. ഒരു 100 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടാങ്ക് അങ്ങനെ ക്ലിയർ ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് 2 ഗുണമാണ്. നമുക്ക് ആ ടാങ്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അടുത്ത സെക്കൻഡിൽ നമുക്ക് പുതിയതിനെ ഇറക്കി വിടാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ. നമുക്ക് ഇനി ഗപ്പികൾ നോക്കാം. ഇതാ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് എത്തിയില്ല. ഇത് നമ്മുടെ വേറൊരു ബ്രീഡിംഗ് സെക്ഷനാണ്. ഇത് കണ്ടോ, നമ്മുടെ സെറ്റപ്പ് ഇങ്ങനെയാണ്. 2 ടാങ്കുകളിലായിട്ട് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട്. ബ്രീഡിംഗ് ബോക്സ്. അതെ അതെ, ഇത് ബ്രീഡിംഗ് ബോക്സ് ആണ്. ഇതിനകത്തുനിന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെ ഇറങ്ങി ഫ്രീ ആയിട്ട് പുറകിലേക്ക് അങ്ങനെ പൊക്കും. നമുക്ക് കുട്ടികളുടെ കൗണ്ട് നല്ല രീതിക്ക് കിട്ടും. ബ്രീഡിംഗ് ബോക്സ് മാറ്റിയിട്ട് വേറെയിലേക്ക് നമ്മൾ സെറ്റ് ആക്കുക ചെയ്യാം. കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് വിടും. പിന്നെ കുഞ്ഞുങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല. ഇല്ല. കുഞ്ഞുങ്ങൾ ഈ ടാങ്കിൽ വളരും. ഇതിലിപ്പോ ഏതാണ് കിടക്കുന്നത്? അത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ. അതെ അതെ അതെ. അതിന്റെ ബ്രൂട്ട്സിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടാൽ അറിയാം. നമുക്ക് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല നമ്മള്. എന്താ വലിയ സൈസ് അല്ലേ? അതെ. നമുക്ക് നല്ല ടൈലും ഇയറും ഒക്കെയുള്ള ഐറ്റംസിനെയാണ് മാത്രമാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുള്ളൂ. കാരണം ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ആ ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അത് നമുക്ക് പർപ്പിൾ ബെറി നോക്കിയാലോ? ക്ലാസ്സിൽ എടുത്താലോ? എടുക്കാമല്ലോ, നോക്കാം. ഇതാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ. ടെയില് നല്ല വരും, പിന്നെ ചെയ്യും, നല്ല ക്യാപ്പും വരും, ഇതല്ല ഇയറും വരും അല്ലേ? അതെ അതെ, ഇയറുണ്ട്. അത്യാവശ്യം നല്ല ഇയറും ടൈലും ഡോർസലും ഒക്കെ നല്ല രീതിക്കുള്ള ഒരു ഫിഷാണത്. നമുക്കിത് എത്ര കുഞ്ഞുങ്ങളെ കിട്ടലുണ്ട് ഇതിനൊക്കെ? കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ടെന്ന്. അതായത് നമ്മൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പൊ ബ്രൂഡ് സ്റ്റോക്കിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇറങ്ങണ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരു ബൾക്കായിട്ടുള്ള ബ്രീഡിങ് ആയതുകൊണ്ട് നമുക്കൊരു ആവറേജ് കണക്ക് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയധികം ക്വാണ്ടിറ്റി നമുക്ക് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ റേറ്റുകളൊക്കെ എങ്ങനെ തുടങ്ങുന്നത്? റേറ്റ് ഇതിപ്പോൾ നമ്മൾ റീറ്റെയിൽ റേറ്റ് പോകുന്നത് നമുക്ക് ഒരു പെയറിന് 100 രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എല്ലാതോ? അതെ അതെ. ഈ ഹോൾസെയിൽ സെക്ഷനിലുള്ള ഈ ഫിഷുകളിലെല്ലാം ഇവിടെ നമുക്ക് ഈ റേറ്റിലാണ് വരുന്നത്. പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അവരെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മിനിമം ഒരു 100 പീസൊക്കെ എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രൈസിന് നമ്മൾ കൊടുക്കാറുണ്ട്. ബെസ്റ്റ് പ്രൈസ് ഇൻ മാർക്കറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പർപ്പിൾ ബെറിന്റെ ബ്രൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്? അതെ അതെ, ഇത് പർപ്പിൾ ബെറിയുടെ ബ്രൂഡാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ അതിനൊന്ന് നോക്കൂ. കാണുന്നത് അല്ലേ? മെയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫീമെയിലിനെ കാണിച്ചു തരാം. മെയിലാണോ ഫീമെയിലാണോ തിരിച്ചറിയാനായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഫീമെയിൽ. അതെ അതെ. അപ്പൊ നമ്മൾ ഇപ്പൊ മേടിച്ചുകൊണ്ടാണ് ഈ വലുപ്പത്തേക്ക് എത്തും. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. ഓരോ സിറ്റുവേഷൻ. അതെ അതെ അതെ. എന്താ ഫീമെയില് അവർക്ക് വളരാൻ വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ കാണിച്ച സൈസിലേക്ക് എത്തും. പിന്നെന്താ, ഒരു കൈ ഫുള്ളായി ഇപ്പൊ ആ ഫീമെയില്. അതെ അതെ. അടുത്തത് ഇത് നമ്മളുടെ ബ്ലാക്ക് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ള ബ്ലാക്ക് ആണ്. മെയിലും ഫീമെയിലും ഒക്കെ നല്ല ലോങ് ബോഡി. അതെ അതെ, നല്ല സൈസ് വരുന്ന ടൈപ്പ് ബ്ലാക്ക് ആണ്. മെയിൽ ഇത്രയൊക്കെ വലുപ്പം വെക്കൂലേ? മെയിലിന് നല്ല സൈസ് വരും, ഫീമെയിലിനും നല്ല സൈസ് വരും. ഓക്കെ. ഇത് നമുക്കിപ്പോ അതേ നേരത്തെ പറഞ്ഞ റേറ്റിന്റെ ഒക്കെ എല്ലാം റേറ്റിലൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലില്ല. അല്ല, അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാല് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതെ അതെ അതെ. ഇത് പ്ലാറ്റിനം. അതെ. പ്ലാറ്റിനം റെഡിന്റെ പ്ലാറ്റിനം ഫുൾ ഫില്ല് ആവണതാണല്ലോ. അതെ അതെ അതെ. ബോഡി നല്ല രീതിക്ക് പ്ലാറ്റിനം കയറി വരുന്ന ടൈപ്പിൽ വരുന്നതാണത്. ഇയർ പിന്നെ ഒന്നിലും മിസ്സായി പോകില്ല അല്ലേ? ഇല്ലില്ല, അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റി, എല്ലാത്തിനും ഇയർ ക്വാളിറ്റി കാണിക്കും. അതെ അതെ. നമ്മൾ ബ്രൂഡിൽ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടേ ആ ഒരു ഇയർ ക്വാളിറ്റി നമുക്ക് കുട്ടികൾക്കും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതെ.
ഇതൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നതല്ലേ? അതെ അതെ. ഇതിന്റെ നമ്മൾ നേരത്തെ കാണിച്ച ടാങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാവുന്നേ. കാരണം 1 മാസം 1.5 മാസം ആകുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിക്ക് പ്ലാറ്റിനം ബോഡിയും ഇയറും ഒക്കെ കയറിയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും ഇതിനകത്തുനിന്ന്. അടുത്തത് ഇത് നമ്മുടെ മെറ്റൽ റെഡ് എന്ന് പറയുന്ന റെഡ് അല്ലേ? മെറ്റൽ കളർ ബോഡിയിൽ. അതെ അതെ. ടെയിൽമ റെഡ് കളർ. ഇതിന്റെയും ഈ പറഞ്ഞ മാതിരി ബ്രൂട്ട്സിനൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. നമ്മളൊട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഐറ്റംസിൽ. ഫീമെയിലൊക്കെ എന്താ സൈസ്! ഇതൊക്കെ നല്ല സൈസ് വയ്ക്കുന്നതാണ് മെയിൽ അല്ലേ? മെയിലും ഫീമെയിലും നല്ല സൈസ് വരും. അതുമാതിരി മെറ്റൽ ബോഡിയാണ്, ശരിക്കും നല്ല ഹെവി ബോഡിയാണ്. അതിന്റെ കൂടെ ഒരു മെറ്റൽ ഷെയ്ഡും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഈ ഫിഷിന്. നമുക്കിതില് കാണാം നമ്മുടെ ഗ്ലാസ്സില്. നല്ല രസമുണ്ട് കാണാൻ. അതെ അതെ. അടുത്തത് ഇത് നമ്മുടെ പാസ്റ്റൽ. നമ്മളെ വൈറ്റ് ടെക്സിലാണ് ഏകദേശം സാമ്യമുള്ളത്. അതെ അതെ. പാസ്റ്റലും ഈ പറഞ്ഞ മാതിരി നമുക്ക് ഏത് ടാങ്കിലിട്ടാലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ആ കളറിന്റെ അടുത്ത് ടെയിൽ ഇങ്ങനെ പോണത് കാണും അല്ലേ? അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കും. അതെ അതെ. HB പാസ്റ്റൽ അല്ലേ? HB പാസ്റ്റൽ. അതിന്റെ ബ്രീഡിംഗ് കേജ് ആണ് ഇപ്പൊ ഇത് കാണുന്നത്. അതെ അതെ അതെ. ഇതിലിപ്പോ ഒരു കേജ് നമ്മളെടുത്ത് മാറ്റിയതാണ്. സാധാരണ 2 കേജ് ഉണ്ട്. ഇതില് നമ്മളൊരു കേജ് കുഞ്ഞുങ്ങളായിരിക്കും. അതിനകത്തുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇതില് വീഡിയോയില് കാണുമെന്നറിയില്ല. ബ്ലാക്ക് ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണില്ല. അതെ അതെ. ബ്ലാക്ക് ഷീറ്റ് ഒക്കെ നമുക്ക് ഇവരുടെ ഗ്രോത്തിന് ഒരു നല്ലൊരു ഫാക്ടറാണ്. ബ്ലാക്ക് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താ സ്ട്രെസ് ഒക്കെ കുറയും. നല്ല രീതിക്ക് സ്ട്രെസ് കുറഞ്ഞ് നമുക്ക് അതാണ് കോമൺ ആയിട്ട് ഇവിടെ എല്ലാം ബ്ലാക്ക് കാണും. മാത്രമല്ല നമ്മൾ ഇവിടെ ടാങ്കുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. മുകളിൽ നമ്മളൊരു ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ വേറൊരു ഷീറ്റ് ഉണ്ട്. അതിന്റെ താഴെയും ഷീറ്റ് ഉണ്ട്. സാൻഡ്വിച്ച് പോലെ. അതായത് നമുക്ക് ചൂട് വലിയ രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ലെയർ ആയിട്ട്. അതെ അതെ. 3 ലെയർ ആയിട്ട്. ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് അവിടെയുള്ള ടാങ്കുകളിലൊക്കെ വേറൊരു ടൈപ്പ് ഷീറ്റ് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. തീരെ തീ കടക്കാത്ത ടൈപ്പ് ഷീറ്റുകൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതും നല്ല റിസൾട്ട് ഉണ്ട്, കുഴപ്പമില്ല. അടുത്തത് നമ്മളെ ഓൾഡ് മോഡൽ. അതെ അതെ. പ്ലാറ്റിനം കാണാൻ ചില്ലി മൊസൈക്ക്. ഇതിനെ പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല. നല്ലൊരു പെർഫെക്റ്റ് സാധനം. നല്ല രീതിയിലുള്ളൊരു പീസ് നമ്മളിപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണത്. ഓക്കെ. നല്ല ടെയില് നല്ല വലിപ്പം ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ ഫീമെയിൽസിന്റെ ടെയില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഹാഫ് മൂൺ ടൈലായിട്ട് നമുക്ക് കിട്ടും. മെയിൽസിനും അതെ അത്യാവശ്യം നല്ല ഫ്രില്ലുള്ള മരത്തെ ടൈലാണ് നമുക്ക് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ബ്രൂട്ട്സ്. നല്ല ക്വാളിറ്റി ഉള്ള ടൈലും നല്ല ഇയറൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുന്നത്. എന്താ കുറെ മെയിലുകൾ മാത്രം കുറച്ചധികം. ഇത് മെയില് മാത്രല്ല, മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടാവും. നമ്മള് തിരിവ് വരുന്ന സംഭവങ്ങളില്ലേ, നമ്മള് സോർട്ട് ചെയ്യും ഇതിനകത്ത് നിന്ന്. എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നങ്ങളുള്ളവരൊക്കെ മാറ്റിയിട്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മിക്സഡ് ഗപ്പി ആയിട്ട് നമ്മളിത് ഇത് കൂടുതലും ഇവിടെയുള്ള ലോക്കൽ ഷോപ്പുകാരൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതെ അതെ, ക്വാളിറ്റി ഉണ്ട്. ഉള്ള ഫിഷില് നമ്മളെ തിരിവുള്ളതാണ്. ഇപ്പൊ പ്ലാറ്റിനം ഒക്കെ നോക്കിയാൽ കാണാം ഇതിനകത്ത് ഇയറും പ്ലാറ്റിനം ഒക്കെ കയറിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോ എങ്ങനെയാ ഇത് കൊടുക്കുന്നത്? അത് നമുക്ക് നോക്കിട്ട് പറയാം. ചെറിയ റേറ്റിനൊക്കെ പോവുള്ളൂ. അത്രയും റേറ്റ് കുറഞ്ഞല്ലേ? മിക്സഡ് ഗപ്പി താല്പര്യമുള്ളവർക്ക് നിർത്തി കൊണ്ടുപോവാം. അതെ. പിന്നെ അടുത്ത സെക്ഷൻ ഇതേമാതിരി അല്ലേ? അതെ അതെ, ഇത് അടുത്ത സെക്ഷനാണ്. ഇതിലും ഈ പറയുന്ന മാതിരി ഫിഷുകൾ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ജസ്റ്റ് ഒരു 1.5 മാസം പ്രായമായിട്ടുള്ള പ്ലാറ്റിനം റെഡിന്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് എങ്ങനെയുണ്ട്, പ്ലാറ്റിനം ഇയറൊക്കെ നന്നായി കയറിയിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എളുപ്പമാണ്. 1.5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ അതൊക്കെ? 1.5-2 മാസത്തിന്റെ അടുത്തായിട്ടുള്ളൂ. അതെ അതെ അതെ. ഇത് തിരിച്ചിടാണ്ട്? അതെ, അതിൽ നിന്ന് ഇനി തിരിയും. ഓക്കെ ഓക്കെ. അടുത്ത നമ്മളത് HB ബ്ലൂ നോക്കണത്. HB ബ്ലൂവിന്റെ ടാങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് HB ബ്ലൂ നല്ല ടൈൽ ഉണ്ടല്ലോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതെ അതെ അതെ, ഓവർ ടൈൽ ആയിട്ടാണ് വരുന്നത് HB ബ്ലൂ അല്ലേ? നല്ല ടൈല്. ഇപ്പൊ കണ്ടിലൊക്കെ ഏറ്റവും വലിയ ടൈലാണ് തോന്നിട്ടത്. ഇതൊക്കെ എപ്പോഴും ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? HB എത്ര കാലം മുമ്പുള്ള സംഭവം അത്. ഇത് പിന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ കിട്ടും, നല്ല രീതിക്ക് കിട്ടും. കാരണം നല്ല കൗണ്ടും ഉണ്ട്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ഫിഷാണ്. വേറെ ഒരു കളറിലേക്ക് കയറില്ല. അതെ അതെ.
ഇതൊക്കെ മെയിലാണ്. ഇത് നമ്മളെ പർപ്പിൾ ബെറി അല്ലേ? അതെ അതെ. ഓ, ഫീമെയിൽ മെയിൽ ഒരേ മാതിരി. അതെ, തിരിച്ചറിയാൻ പറ്റും. ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ നിറയെ ഫിഷുകളുണ്ട് കണ്ടോ. ഇഷ്ടം പോലെയാണ്. അതെ അതെ. ഇനി അത് നോക്കാനുള്ള ഇനി നമുക്ക് HB മറ്റേ ജപ്പാൻ ബ്ലൂന്റെ ബിഗ് ഗിയർ. അതെ അതെ, അത് ആ ടാങ്കിലുള്ള ബ്ലൂയിഷ് കളർ കാണിക്കണ്ടല്ലോ. അതെ അതെ അതെ. ഇതിപ്പോ എങ്ങനെ കറക്റ്റ് സ്റ്റേബിൾ ആണോ അത്? ഇതൊക്കെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അതെ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇയറൊക്കെ എല്ലാത്തിലും കാണിക്കും. അതെ അതെ, ഇയറൊക്കെ എല്ലാത്തിലും വരും. ഓ, പിന്നെ ജപ്പാൻ ബ്ലൂട്ടിന്റെ അത്ര ആ ടൈല് അത്ര വരില്ല. ജപ്പാൻ ബ്ലൂട്ടിന്റെ സാധാരണ നോർമൽ ഡെൽറ്റ ടൈലാണ്, കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ടൈലായിട്ടാണ് നമുക്ക് കിട്ടാന്ന് മാത്രം. നല്ലതാണ്. ഇതിൽ എന്താണ് പ്ലാന്റ് ഇട്ടുന്നത്? ഇത് നമ്മുടെ ഗപ്പി ഗ്രാസ്. ആ ഒരു നാച്ചുറൽ ഫീലിങ്സ് എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് എന്നുള്ള. അതെ, നല്ല ഉണ്ടായിട്ടുള്ളത്. അതെ അതെ, ഗപ്പി ഗ്രാസ് ഇവിടെ ഇഷ്ടം പോലെ നമ്മള് കൂടുമ്പോ ഒരുപാട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓക്സിജൻ ലെവൽ കുറയും. അപ്പൊ നമ്മളത് അങ്ങനെ എടുത്തിട്ട് വാരി ഒരു ഭാഗം മുഴുവൻ പുറത്തേക്ക് കളയും. അതാണ് പതിവ്. ഇതാണ് ജപ്പാൻ ഗപ്പി ഗ്രാസ്. അതിന്റെ കുട്ടികൾക്കൊക്കെ നല്ല ഒളിച്ചു നിൽക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു സേഫ് സ്പേസ് ആണ്. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കണ്ട ആ ഒരു ടാങ്കിന്റെ ലെങ്ത് തന്നെയാണ് ഇതൊക്കെ? അതൊക്കെ സെയിം തന്നെ, ആ ലെങ്ത് തന്നെ അല്ലേ? അതെ അതെ അതെ. നമ്മൾ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 60ഓളം ടാങ്കുകൾ നമ്മൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ സെക്ഷനിലുള്ള ഒരു ഭാഗമാണിത്. ഇത് ഇങ്ങനത്തെ നമ്മൾ എത്ര ടെന്റ് അവിടെ കെട്ടിയിട്ടുള്ളത്? നമുക്ക് ടെന്റുകൾ 8 എണ്ണം ഉണ്ട്. 8 ടെന്റ് ഉണ്ടല്ലോ. അതില് പലതിലും പല രീതിയിൽ. ഇപ്പോ നേരത്തെ ഗിരീഷേട്ടൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി ആ വട്ടത്തിലുള്ള ടാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഷെഡ് അടിച്ചിട്ടുണ്ട്. അതൊരു സംഭവം കഴിയട്ടെ. സസ്പെൻസ്. അതെ. ഫ്രണ്ട്സ്, ഇവിടെ ബ്രൂഡ് സെറ്റപ്പ് ആക്കിയാൽ ഒരു രീതി നോക്കി വലിയ ബ്രീഡിംഗ് കേജിലാണ്. ഓരോ ടാങ്കിലും 2 ബ്രീഡിംഗ് കേജ് വെച്ചിട്ടാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത്. അവരെ ഫ്രീ ആയിട്ട് കുറച്ച് വലിയ സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് ഗപ്പികൾ വളർത്തുന്നത്. ഓരോ ബ്രൂഡിലും ഏകദേശം ഒരു 10-20 പേരോളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് വളരെയധികം റിലീഫായി കിട്ടുന്നുണ്ട്. ചെറിയ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്താൽ വളരെയധികം സ്ട്രെസ്സായി കാണും. പക്ഷേ അത് വലിയ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ റിലീസ് ചെയ്യാനും പറ്റും. പിന്നെ പ്രത്യേക രീതിയിലാണ് ഇവിടെ ഗപ്പികൾ വളർത്തുന്നത് തന്നെ. ഈ ഒരു ബ്രീഡിംഗ് കേജിൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഈ ബ്രീഡിംഗ് കേജിൽ ബ്രൂഡ് ഇവിടുന്ന് മാറ്റും, കുഞ്ഞുങ്ങൾ ഈ ഒരു ടാങ്കിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ കാണുന്ന മൊത്തം ഒരു ബ്രൂഡിൻ്റെ സെക്ഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സസ്പെൻസായി വെച്ചാൽ നമുക്ക് ആ ഒരു സംഭവം നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ സസ്പെൻസ് പൊളിക്കുകയാണ്. അപ്പോൾ ഇതാ വലിയൊരു ഡ്രമ്മിൽ നമ്മൾ സാധാരണ എഡിബിൾ ഫിഷിനൊക്കെയാണ് ഇതിൽ വലിയ ഡ്രമ്മിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിൽ ഫിഷാണെന്നാണ് ധാരണ, പക്ഷേ ഫിഷല്ല. എന്താണ് ഇതിൽ? മൊയ്ന കൾച്ചർ ചെയ്യുന്ന ആ ഒരു വലിയൊരു ടാങ്കാണ് ഇപ്പോൾ അത് കാണുന്നത്. ഇത് എത്ര ലിറ്ററിൻ്റെ ടാങ്കാത്? ഇതില് ഇപ്പൊ ഒരു ഏകദേശം ഒരു 10-20,000 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് 20,000 ലിറ്റർ. അതിലാണ് ഇവിടെ മൊയ്ന കൾച്ചർ. അങ്ങനത്തെ 4 ഉണ്ട്. 4 ടാങ്ക്. അപ്പം അതിവിടെ ആ ഒരു 4 ടാങ്ക്. സാധാരണ ഇവിടെ മുമ്പ് ഞാൻ വന്നപ്പോൾ 100 ചില്ലാന് ബേസിനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഒഴിവാക്കി ഇതേമാതിരി 20,000-25,000 ലിറ്ററിന്റെ ടാങ്കിൽ മൊയ്ന ചെയ്യണം. എല്ലാവരും നിങ്ങൾ അത്ഭുതപ്പെടും, ഇത്രയും വലിയ ടാങ്കിൽ എങ്ങനെ മൊയ്ന ചെയ്യും. അതൊരു ഗിരീഷേട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ 4 ടാങ്കിൽ ഞങ്ങൾ 4 ടാങ്കിൽ ഇപ്പൊ കുറച്ച്. പക്ഷെ ഈ ഒരു ഡ്രമ്മിലാണ്. എങ്ങനെ ഡ്രമ്മിൽ നമ്മൾ ഇങ്ങനെ മൊയ്ന ചെയ്യും? ഞാനൊക്കെ മൊയ്ന 5-6 വർഷം ചെയ്ത, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇത്രയും വലിയൊരു ഡ്രമ്മിൽ മൊയ്ന ചെയ്യാം. അപ്പോൾ അത് വിശദമായിട്ടൊന്ന് പറയുന്നാലേ. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിനകത്ത് മൊയ്നയുടെ കൾച്ചർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ട്. ഡെയിലി നമ്മൾ ഫീഡ് ചെയ്യും, ഡെയിലി നമ്മൾ കളക്ട് ചെയ്യും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാത്രിയാണ് ഇത് കളക്ട് ചെയ്യുക. രാത്രി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ലൈറ്റ് കത്തിച്ച് വയ്ക്കും. ഇതിന്റെ മുകളിൽ ഇതിന്റെ സൈഡിൽ ഒരു ലൈറ്റ് കത്തിച്ച് വയ്ക്കും. നമ്മളൊരു ½ an hour ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൊയ്നെ നമുക്ക് ഒരൊറ്റ കോരലിൽ കിട്ടും. എത്ര ഉണ്ടാവും അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക്. അതെ അതെ, നമുക്ക് കാണാം. ഓ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഈസ്റ്റ് വേണ്ടിയല്ലോ അതില്? ഇല്ല, നമ്മൾ ആകെ 2 ടീസ്പൂൺ ഈസ്റ്റാണ് ഇതിനകത്ത് കലക്കി ഒഴിക്കുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഇതൊന്ന് ഗിരീഷേട്ടൻ തുറന്ന് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതിന്റെ വെള്ളം നമുക്ക് അത്രയും ക്ലിയർ അല്ല, എന്നാലും ജസ്റ്റ് കാണാം. നമുക്ക് ഇതിന്റെ വെള്ളം ക്ലിയർ ആണ്, അടിഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഈ കാണുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫീഡ് ഓവർ അല്ല എന്നുള്ളതാണ്. അപ്പൊ വെള്ളം എപ്പോഴും ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യും.
അത് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ വളരെ റയറായിട്ട് നമ്മൾ ഇത്രയും വലിയ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ല. അല്ല അതിന്റെ വെള്ളം എന്ത് ചെയ്താ? അല്ല അത് ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ ഫീഡ് ഓവറായിട്ട് മൊയിനെ ചത്തുപോയാലാണ് ഈ വാട്ടർ ചേഞ്ചും ക്രാഷ് ആവലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇത് നമ്മൾ റെഗുലർലി കളക്ട് ചെയ്യുന്നുണ്ട്, റെഗുലർലി ഫീഡ് ചെയ്യുന്നുണ്ട്, പുതിയ ജനറേഷൻ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഒന്നുമില്ല, വേറെ എയറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊതുകിന്റെ ലാർവയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സംഭവം തന്നെയാണ്. ഇത്രയും വലിയ ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഈസ്റ്റ് 2 ടീസ്പൂൺ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് മതി ഇതിൽ മൊയിനെ പെരുകാൻ. അത് നമ്മൾ ചുറ്റും ഒഴിക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരൊറ്റ സ്പോട്ടിൽ നമ്മൾ ഒഴിക്കുള്ളൂ, അവിടേക്ക് എല്ലാവരും എത്തിക്കോളും. മത്സ്യങ്ങൾ കഴിക്കുന്ന മാതിരി വന്ന് കഴിച്ചോളൂ അല്ലേ? എല്ലാവരും വന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിപ്പോ എങ്ങനെ തുടങ്ങിയിട്ട് എത്രയായി? ഇതിപ്പോ കുറച്ചായി, ഒരു 5-6 മാസമായിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും വളരെയധികം ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. ഈ ഒരു വലിയൊരു ടാങ്കിൽ, അത് വലിയ ടാങ്ക്, എത്രയോ വലിയ ടാങ്കാണ്, 26 ലിറ്റർ കൊള്ളുന്ന ടാങ്കിലാണ് ഇവിടെ ഈ ഒരു ഫാമിൽ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട്. അങ്ങനെ 4 ടാങ്ക് അല്ലേ? 4 ടാങ്ക് എന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അധികമായിട്ടില്ല. ഇതൊരു 2 മാസമായിട്ടുള്ളൂ. അവിടെ വേറെ 2 ടാങ്ക് ഉണ്ട്. അതാണ് ശരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു കൊല്ലത്തിന്റെ മുകളിലായിട്ടുണ്ട് നമ്മളത് ചെയ്തിട്ട്. അതെ അതെ. അപ്പോൾ അതിന്റെ വെള്ളം ചേഞ്ചിങ് ഇപ്പൊ ഇല്ലില്ല, ആകെ ഇത്രയും നാളുകൾക്കിടയിൽ ആകെ ഒരു തവണയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ആകെ തന്നെ. അതെ. എല്ലാവർക്കും മൊയ്ന കൾച്ചർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് അതിന്റെ വാട്ടർ ചേഞ്ചിങ് ആണ്. പക്ഷെ അവിടെ ആ വലിയൊരു ഡ്രമ്മിൽ ചെയ്ത് വർഷങ്ങളോളമായി. അത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അതെ അതെ അതെ. പിന്നെ പറഞ്ഞാലേ കൾച്ചർ ക്രാഷ് ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചായയുടെ അരിപ്പയിലാണ് നമ്മൾ ഇവിടെ അരിച്ചെടുക്കുക. ചായയുടെ അരിപ്പയിൽ. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻ കേസ് അതിനകത്ത് നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും അതേ വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുക തന്നെയാണ് ചെയ്യുക. സത്യത്തിൽ അങ്ങനെയാണ് നടക്കുന്നത്. അതെ. കാരണം അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവര് ഗ്രോ ആയിട്ട് വരുമ്പോൾ നമുക്ക് സൈസുള്ള മൊയിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്ത കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് വരും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സർക്കിൾ അങ്ങനെയാണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ചായരിപ്പയുടെ കണ്ണി കുറച്ച് അകലം കൂടുതലാണ്. അതുകൊണ്ട് ആ വലിയ സൈസിലുള്ള മൊയിനെ മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും അല്ലേ? അതെ അതെ. അപ്പൊ ഇത് രാത്രിയാണ് കൾച്ചർ എടുക്കുക? രാത്രിയാണ് കൾച്ചർ എടുക്കുക നമ്മൾ. അപ്പൊ നമുക്ക് ഒരു ബേസ് നമുക്കൊരു 1/2 കിലോ കിട്ടുണ്ടാവും. 1/2 കിലോ പോരാ, അതിനും കൂടുതൽ കിട്ടാറുണ്ട്. ഇത്രയും വലിയ ബേസിന് വലിയ ടാങ്കിൽ 1/2 കിലോന് കൂടുതൽ കിട്ടും. അപ്പൊ ഒന്ന് മതി ഒരു ദിവസം? നമ്മുടെ ഇവിടേക്ക് എല്ലാ ടാങ്കിലേക്കൊക്കെ എത്തും. ഒന്ന് മതി. അപ്പോൾ ഈ ഒരു പരീക്ഷണം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത്രയും വലിയ ഡ്രം ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചിങ് വളരെ ഈസിയാണ്. അല്ല, ചേഞ്ച് മറ്റു ചെറിയ ബേസിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ചിലപ്പോൾ 5 ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്രാഷ് ആയി പോകും. പക്ഷേ ഇത് വർഷങ്ങളോളമായിട്ട് ഇത് തന്നെ മൊയ്ന കൾച്ചർ ചെയ്യുന്നുണ്ട്. അതിന് 1/2 കിലോൻ്റെ മേലെയാണ് ഓരോ ദിവസവും ഇവിടുന്ന് കൾച്ചർ കിട്ടുന്നത്. അപ്പോൾ ഈസ്റ്റ് 2 ടീസ്പൂൺ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മളൊരു കപ്പിൽ കലക്കി അങ്ങനെ കണ്ട് ഒഴിച്ചു, കുറച്ച് നേരം വെക്കും, എന്നിട്ട് കണ്ട് ഒഴിച്ചു. അപ്പോൾ ഒരു 1/2 കിലോന്റെ പാക്കറ്റ് മേടിച്ച് ഒരുപാട് കാലമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയായിപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞൊരു മെത്തേഡാണ്. അതെ. നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പെൻസ് അല്ലാതെ നമുക്ക് മൊയ്നയ്ക്ക് വേറെ തീറ്റയും അതല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. ശരിയാവും. വെള്ളം ഇത്രയും വലിയ ടാങ്കിലേക്ക് വെള്ളം മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര 20 ലിറ്റർ വെള്ളം പറഞ്ഞാൽ എത്ര വേണം? അങ്ങനത്തെ 4 ടാങ്ക് ഉണ്ട്. അത് നമുക്ക് എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സക്സസ് ആണ്. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 1 ലക്ഷം ലിറ്ററിൽ വെള്ളത്തിലാണ് മൊയ്ന ഇവിടെ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കിലോ കണക്കിന് മൊയ്ന കിട്ടും. അത് കറക്റ്റ് ആ റെഡ് കളർ ആയിട്ടുള്ളത് അല്ലേ? നല്ല മൊയ്ന കിട്ടും. അപ്പോൾ അത് രാത്രിയാണ് കൾച്ചർ ചെയ്യുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. രാത്രി നമുക്ക് എടുക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ബാക്കിയുള്ള 2 ടാങ്ക്. അതെ അതെ, അത് അതിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ആദ്യം ചെയ്തു എന്ന് പറഞ്ഞ സെക്ഷൻ. ഇതാണ് ആദ്യം ചെയ്തത്. ഇതിലും സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതെ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കൾച്ചർ ഇതിനകത്തു നിന്നൊക്കെ ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അതെ. ഇതിൽ നമ്മളിവിടെ രാത്രി ലൈറ്റ് കത്തിച്ച് വെക്കും. ഈ ഫോൺ അങ്ങനെ മൊബൈല് ലൈറ്റ് കത്തിച്ച് ഇവിടെ വെക്കും. അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഈ ലൈറ്റ് കാണുമ്പോൾ ഒരു അട്രാക്ട് ചെയ്ത് ഇവിടേക്ക് വരുമല്ലോ. അത്രയും ദൂരത്തുള്ള അതൊക്കെ വരും, ലൈറ്റിന്റെ അവിടേക്ക് എത്തും. അപ്പോൾ ആ എത്തുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ചായരിപ്പ് ഇതുപോലെ നമ്മളങ്ങനെ ഒന്ന് അരിച്ച് എടുക്കുകയാണ് ചെയ്യുക. ഈ നെറ്റിൽ നമ്മളങ്ങനെ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ ഈ കുട്ടികളെ ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ തിരിച്ചതിലേക്ക് തന്നെ വിടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് ഒരു തരംതിരിവ് വേറെ വരും. ഇത് നമ്മളുടെ മറ്റേ നെറ്റാണ്.
അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കുട്ടികളൊക്കെ തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ അയക്കുകയാണ് ചെയ്യാം. തിരിച്ച് ഈ ടാങ്കിലേക്ക്. അതെ അതെ അതെ. ഇപ്പോൾ നമ്മൾ കോരി എടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ജസ്റ്റ് കോരിയിട്ട് കാണിച്ചു തരാം. ഓ ഇപ്പോഴാണ് നമ്മൾ കോരി വെക്കുകയാണ്. അതെ അതെ. കട്ട് ചെയ്തു. ഓ ഇത്രയും കോരിയ കിട്ടൂലേ? കിട്ടും കിട്ടും. ഇതിൽ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഡെയിലി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കിട്ടും. ദൈവമേ. അല്ല അത് ക്ലീൻ ചെയ്തിട്ടല്ലേ കൊടുക്കുക? പിന്നെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യാൻ കൊടുക്കും. കാരണം ഇതിനകത്ത് വേറെ ഇഷ്യൂസ് ഇല്ല. വെള്ളം കണ്ടില്ലേ, ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വേറെ വരുന്നില്ല. ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളിയായി. ഓക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് മൊയ്ന കൾച്ചർ ഇങ്ങനെ കിട്ടുന്നത്, വലിയൊരു ടാങ്കിൽ നിന്ന്. അപ്പോൾ മൊയ്ന ഇവിടുന്ന് സെയിലുണ്ടോ? സെയില് മൊയ്നയായിട്ട് സെയിലില്ല. ഇത് നമ്മളുടെ ഫാമിലത്തെ പർപ്പസിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. വേറെ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല. ഇനി ഫിഷ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൾച്ചറിന് വേണ്ടിയിട്ട് കൊടുക്കാം. അത് എത്ര? അത് തന്നെ പേയ്മെന്റ് ഇല്ല, കുഴപ്പമില്ല. ഫിഷ് എടുക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഫിഷ് വന്ന് മേടിക്കുന്നവർക്കും കൊറിയർ വന്ന് ചെയ്യുന്നവർക്കും മൊയ്ന ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു കൾച്ചർ കൊടുക്കും അല്ലേ? അത് കൊടുക്കാം, ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജ് വരുന്നുള്ളൂ. വെയിറ്റ് മൊയ്നയ്ക്ക് ആകുമ്പോൾ വെയിറ്റ് കൂടും, അതാണ് ഒരു പ്രശ്നം. അപ്പം അതിൻ്റെ ഒരു കൊറിയർ ചാർജ് അതിനനുസരിച്ച് മാറ്റം വരും. ഇല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് എടുക്കുകയാണെങ്കിൽ ആ കവറോട് കൂടി നിങ്ങൾക്ക് മൊയ്ന കൾച്ചർ കൊണ്ടുപോകാം. അല്ലാതെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മൊയ്ന മാത്രമായിട്ട് സെയിലില്ല. ഫിഷ് മേടിക്കുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ഇതിലൊന്നും നിങ്ങൾ ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വെള്ളം ഫുള്ള് നിറയ്ക്കുക, അതിൽ കൾച്ചർ ഇടുക, ഫീഡ് ചെയ്ത് തുടങ്ങുക. ഫീഡ് ഒരിക്കലും ഓവർ ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓവർ ആയി കഴിഞ്ഞാൽ വേഗം ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്യലല്ല, ക്രാഷ് ആയി പോകും ടാങ്ക്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്മെല്ലും ഇല്ല. സാധാരണ മൊയ്ന കൾച്ചർ നമ്മൾ ബേസിനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇത് ഒരു സ്മെല്ലും നമുക്ക് ഇന്ന് വരുന്നില്ല. അപ്പോൾ അതാ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനെ ഒരു ടാങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ടാങ്ക് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെറ്റപ്പ് ആക്കി നോക്കുക. ഏകദേശം 24 ലിറ്ററിൻ്റെ ടാങ്കിലാണ് ഇപ്പോൾ ഇവിടെ മൊയ്ന കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഇങ്ങനത്തെ ടാങ്ക് ഉള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് തുറസായ സ്ഥലത്താണല്ലോ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല വെയിലാണല്ലോ, വെള്ളമൊക്കെ വളരെ പെട്ടെന്ന് ചൂടും. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ലെയർ ഇട്ടുണ്ട് ഇവിടെ. ഇതിലൊക്കെ നമ്മൾ 3 ലെയർ, മുകളിലൊരു ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ UV ഷീറ്റ് ആണ്. ഇതില് നമ്മൾ 3 ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവിടെ UV ഷീറ്റ് ആണ് മെയിൻ ആയിട്ട് അടിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ അല്ല, ശരിക്കും അടിച്ചിരിക്കുന്നത് UV ഷീറ്റ് ആണ്. അതിന്റെ മുകളിൽ നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ താഴെയും നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. 3 ലെയർ ആയിട്ട്. അപ്പോൾ ഇതേമാതിരി നമുക്ക് മൊയ്നയുടെ ചെയ്യാൻ പറ്റില്ല. മൊയ്നയുടെ ഇപ്പം എന്താ ചെയ്തിട്ടുള്ളത്? മൊയ്നയുടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് മറ്റേ ടിൻ ഷീറ്റ് ആണ്, പക്ഷെ പുതിയ ലെയറിൽ നമ്മൾ വേറൊരു സംഭവം ചെയ്തിരിക്കുന്നത്. അത് മൊയ്നയുടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ ഷെഡുകളും ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് കണ്ടറിയാം, പുറം ഭാഗം വൈറ്റും ഉൾഭാഗം ബ്ലാക്കും കളറാണ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് നമുക്ക് ഷീറ്റിന്റെ പേരറിയില്ല, പക്ഷെ കൂണ് കൃഷിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പുറമേന്ന് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചൂടില്ല ഇതിനകത്ത്, തീരെ ചൂടില്ല. നമ്മൾ ഒരു ഈവനിങ് ഒരു 4 മണി, ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണിയോടെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു 4 മണി വൈകുന്നേരം നിൽക്കുന്ന ഒരു ഫീൽ, കാരണം ചൂടില്ല ഇതിനകത്ത്. അതാണ് ഈ ഷീറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് തീരെ ചൂട് ഇതിനകത്തേക്ക് വരുന്നില്ല. അപ്പൊ ശരിക്കും അതാ യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഷെഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സെയിം ഷീറ്റ് തന്നെയാണ്. നമുക്ക് അതിന്റെ അകത്തും
കോസ്റ്റ് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് നമ്മുടെ ഫാമിങ്ങിന്റെ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിനുള്ള മാറ്റം ഉണ്ട്. ഫിഷുകളുടെ ഡെഡ് ഒക്കെ കുറവാണ്. അതെ അതെ. ഇപ്പൊ ഈ ഷെഡ് കാണുമ്പോൾ മോൾ ഭാഗം കണ്ടോ? അതെ അതെ, ഫുള്ള് ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ ഉണ്ടോ. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഈ നേരത്തെ കയറുമ്പോഴും കൂളിങ് ചൂടില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ബാക്കി മറ്റ് റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ ചൂട് ഫീൽ ചെയ്യും. ഇവിടെ ചൂടില്ല തീരെ. ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ലാത്ത അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഷീറ്റ്. ഈ ഷീറ്റ് യൂസ് ചെയ്താലേ നമുക്ക് മൊയിന കൾച്ചർ ചെയ്യാൻ പറ്റും, ഗപ്പികളെ വളർത്താൻ പറ്റും. ഒരു അടിപൊളി സംഭവമാണ് ഇത്. കുറെ മുമ്പുള്ള ഷീറ്റ് അല്ലേ അത്? അതെ അതെ, നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അതെ അതെ, ഇതൊക്കെ ഈ ഷീറ്റുകൾ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ കൂണ് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാം. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇതിപ്പോൾ വേറെ സെക്ഷൻ. അത് നമ്മൾ ഗ്രോ ഔട്ട് ചെയ്യുന്ന വേറൊരു സെക്ഷനാണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കോരല് കോരി വെക്കാം. കണ്ടോ? ഇതിപ്പോ ഇതിന്റെ എടുത്ത് കാണിച്ചേ. ഇതിപ്പോ ബ്ലാക്ക്, ഫുൾ ബ്ലാക്കിന്റെ അല്ലേ? ഇതിപ്പോ എത്ര ദിവസമായിട്ടുണ്ടാവും പ്രായം? ഇത് നമ്മളിങ്ങനെ സൈസിനനുസരിച്ച് സൈസ് തിരിച്ചിട്ടിട്ടുള്ളതാണ്. ഇതിലും നമ്മളൊരു ചെറിയ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട് സത്യത്തില്. ഇപ്പൊ ഇതിന് നടുക്ക് കണ്ടോ സെപ്പറേഷൻ? ഇത് കേജ് പോലത്തെ ഒരു വർക്ക് ചെയ്യും ഇത്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ ടാങ്കിലേക്ക് അവര് എസ്കേപ്പ് ചെയ്യും. അപ്പൊ ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടെയൊക്കെ കണ്ടോ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു പരീക്ഷണമാണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എല്ലാം ഇങ്ങനത്തെ നെറ്റ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതും നമ്മളിപ്പോൾ അത്രയ്ക്ക് മറ്റേ സിസ്റ്റമാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം. നമ്മൾ ബ്രീഡിംഗ് കേജ് പരീക്ഷണത്തിൽ ചെയ്യാം അല്ലേ? അതെ അതെ അതെ. നമ്മൾ ഇത് ഒരു ഫാമിംഗ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാലോ. ഇതിൽ പർപ്പിൾ ബെറി. അതെ, കുട്ടികളാണ്. ഓക്കെ, നല്ല സൈസ് ആയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഇതിന് വലിയ സൈസ് ആയിപ്പെടുന്നതിനും കളക്ട് ചെയ്തുകൊണ്ട് പോകും, മാറ്റും, ചെയ്തുകൊണ്ട് പോകും എല്ലാം. പിന്നെ ഈ ആൽഗ ഫോം ചെയ്തുകൊണ്ടേ അതിൻ്റെ ഒരു ഗുണം വേറെ കിട്ടും അല്ലേ? അതെ, അതിന് അവർക്ക് സ്ട്രെസ്സും കുറവാണ്, ഫിഷിന് ഗ്രോത്തും ഉണ്ട്, എല്ലാ രീതിയിലും നമുക്ക് ഒരു നല്ല റിസൾട്ട് തരുന്നുണ്ട് ഇവര്. ഇപ്പൊ ഏതെങ്കിലും ഒരു ടാങ്കിൽ നമുക്കൊരു ഫിഷ് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന, അതെ, നമ്മൾ അടുത്തേക്ക് വന്നപ്പോ ഇങ്ങനെ അടുത്തേക്ക് വരിക. അതെ അതെ, അത്രയും ആക്റ്റീവാണ്. ഇപ്പൊ നമ്മള് ബീറ്റാസിന്റെ സെഷനിലേക്കാണ് വന്നേ. ഇത് ബീറ്റാസ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ഒരു ഷെഡാണിത്. അതിനായിട്ട് മാത്രം സെക്ഷൻ ആക്കിയിരിക്കല്ലേ? ഇത് നമ്മള് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇവര് സെപ്പറേറ്റ് വെച്ചേക്കാണ്, കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട്. മെയിൽസ് മറച്ചു വെച്ചിരിക്കുന്നത്. ഫീമെയിൽസിന് നമ്മൾ ഇങ്ങനത്തെ ടബുകളിൽ ഇട്ടിട്ട് കണ്ടീഷൻ ചെയ്തെടുക്കും. ബ്രീഡ് ചെയ്യാനുള്ള ഫീമെയിൽസിന് ഇടണം. ഇതിൽ കണ്ടീഷൻ ചെയ്തിട്ടല്ലേ? ഈ ബേസിനിലൊക്കെ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കിയാണ് കുട്ടികളെ. കുഞ്ഞുങ്ങളാണ് അല്ലേ? ഇതിലിപ്പോ ഇതിലൊക്കെ ആണ് കുട്ടികളാണ്. ചെറിയ കുഞ്ഞുങ്ങളല്ലേ? ഇതൊരാഴ്ച ആവാറാവണം. അതിലൂടെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഐറ്റംസ് അല്ലേ? ഇവിടെ ബ്രീഡായിട്ട് നമ്മളൊരു ഇതിൽ കാണാം. 1 വീക്ക് ആവുമ്പോൾ അടുത്ത ഷെഡിലേക്ക് നമ്മൾ മാറ്റിയാണ് ചെയ്യുക. ഈ ട്രയല് ബ്രീഡ് ചെയ്യും. ഒരാഴ്ച നമ്മളോട് ആർട്ടിമിയ കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ അടുത്ത ഷെഡിലേക്ക് മാറ്റും. ഓക്കെ. എത്ര ബെറ്റാസാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ? ബെറ്റാസ് OHM ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. OHM എല്ലാം ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അത് ബ്രീഡിംഗ് പെയർ ആയിട്ട് ഇവിടുന്ന് ബ്രീഡിംഗ് പെയർ ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ട്. ഇത് എത്ര കുഞ്ഞുങ്ങളാ? ഇതെന്തിൻ്റെയാണത്? ഇത് ബീറ്റാസിന്റെ തന്നെ യെല്ലോടെയാണ് കുട്ടികൾ. ഓരോ ബാച്ചിൽ നമുക്ക് ഒരു 200 to 300 ആവറേജ് കിട്ടുന്നുണ്ട്. അത്രയും കുഞ്ഞുങ്ങൾ, അത്രയും നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുമോ? അത് നമ്മൾ ഇനി ഇവിടുന്ന് മാറ്റുമ്പോൾ എണ്ണം കൂടുതലുള്ളത് 2 വലിയ ബേസിനിലേക്കായിട്ട് മാറ്റുക. ഇനി അത് ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറക്കുമ്പോൾ അത് വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് 4 ആക്കും. നമുക്കിപ്പോൾ OHM ഇപ്പൊ നമുക്ക് നെമോ കാൻഡി ഉണ്ട്, വൈറ്റ്, സാൽമൺ ഡംബോയർ ഉണ്ട്, യെല്ലോസ്, റെഡ്, ബ്ലൂ, എല്ലാ കളേഴ്സും ഉണ്ട്. ഇതാണ് നെമോ കാൻഡി എന്ന് പറയുന്നത്. നെമോ കാൻഡി അല്ലേ? വൈറ്റ്. നമുക്കത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രസന്റ്ലി റീറ്റെയിൽ ഉള്ളൂ. നമ്മൾ ഹോൾസെയിൽ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ November December ടൈമിൽ ഓൾറെഡി ബ്രീഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രസന്റ്ലി റീറ്റെയിൽ ഉള്ളൂ. അടുത്ത മാസം തൊട്ടിട്ട് ഹോൾസെയിൽ ഉണ്ടാവും. നമുക്ക്
ബീറ്റാസിന്റെ അടുത്ത സെക്ഷനാണ്. അവിടെ ബ്രീഡ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ഇങ്ങനത്തെ വലിയ ബേസിനുകളിലേക്കാണ് ഇറക്കണേ. അത് എണ്ണം കൂടുതലുള്ളതാണെങ്കിൽ 2 ബേസിനിലേക്ക് ഇറക്കും. ഒരു 300 above ഒക്കെ ആണെങ്കിൽ 2 എണ്ണത്തിലേക്ക് ആക്കിയിട്ട് ഇറക്കും. ഇതിലിപ്പോ നമുക്ക് കുട്ടികളെ ചെറിയ കുട്ടികളാണ്. ഇതിലിപ്പോ നമുക്ക് കുട്ടികളെ ഇങ്ങനെ കാണാം. അവിടുത്തെ സെഷൻ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടു നിറക്കും. പിന്നെ ഇവിടെ നമ്മൾ മൊയിനെയും കൂടി ഫീഡ് ചെയ്യും. ഇതിലെല്ലാം കാണാം. നിറഞ്ഞിരിക്കല്ലേ. ഇതെല്ലാം റെഡിന്റെ ആണ്. റെഡിന്റെ അങ്ങനത്തെ വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് കാണാം. ഇതൊക്കെ ക്യാൻഡിയാണ്, നമുക്ക് അധികം കാണില്ലേ. കുട്ടികൾ അതിലൊക്കെ നിറഞ്ഞിരിക്കുക. തായ് ഫ്ലാഗിന്റെ ആണ്. തായ് ഫ്ലാഗിന്റെ. ഇവർക്ക് ഈ സമയത്ത് എന്താണ് ഫീഡ് ചെയ്യല്? ആർട്ടിമിയം കുറേശ്ശെ മൊയിനെയും കൊടുക്കും. നല്ല രീതിയിൽ കുട്ടികളെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ഗ്രോ ഔട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഒരു 15 ദിവസം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിൽ ഫ്രിഡ്ജ് ബോക്സുകൾ ഉണ്ട്. ഫ്രിഡ്ജ് ബോക്സുകളിലേക്ക് ഇറക്കും. അതിന് നമ്മൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തെടുക്കുക ചെയ്യും. പിന്നെ ടെറസിന്റെ മുകളിൽ ചെയ്താ ഇത് നമ്മൾ അവിടുന്ന് ബേസിനിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇറക്കണതാണ്. അത് അത്യാവശ്യം കുറച്ച് സൈസ് ആയില്ലേ? അവിടുത്തെ നെക്സ്റ്റ് സൈസ്. ഓരോ ബാച്ച് ആയിട്ട് ഇങ്ങനെ ഇറക്കും. റെഡ് ഫീമെയിലും മെയിലും തിരിച്ചായിട്ടില്ലല്ലോ? ഇല്ലില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ ബോട്ടിൽ ചെയ്ത് തുടങ്ങും. ഇതിലൊക്കെ അത് ഡംബോയറിന്റെ ആണ്. വെയിലായ കാരണം എല്ലാവരും അടിയിലേക്ക് പോകും. ഇവിടെ നമുക്ക് വൈറ്റ് ഉണ്ട്. വൈറ്റിന്റെ കുറേ ഉണ്ടല്ലോ. ബോട്ടിലാക്കണമെങ്കിൽ അത്യാവശ്യം ബോട്ടിൽ വേണമല്ലോ. അപ്പോൾ ബോട്ടിൽ നമുക്ക് ഇവിടെ 4000 ബോട്ടിൽ ചെയ്യുന്നുണ്ട്. അതെ. അവിടെ ഒരു 10000 ബോട്ടിലുള്ള ഷെഡ് നമ്മളിപ്പോൾ പുതിയത് അടിച്ചിട്ടുണ്ട്. അതെ. വെയിലടിക്കാതിരിക്കാനങ്ങനെ ചെയ്തില്ലേ? ചെറുപ്പത്തിൽ തന്നെ കയറി വരും. ഇവിടെ നമ്മൾ ബോട്ടിലൈസ് ചെയ്യണ സെക്ഷനാണ്. ഇവിടെ ബോട്ടിൽ ചെയ്ത് സെയിൽ ചെയ്യണ അനുസരിച്ചിട്ട് പുതിയത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇത് സെയിലിന്റെ സൈസ് ആയില്ല? ഒക്കെ ഇതിപ്പോ ആയി വരുന്നുള്ളൂ. കുറച്ചെണ്ണം ഇവിടെയൊക്കെ സെയിലിന് സൈസ് ആയതുണ്ട്. ഇത് എത്ര റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണത് വരുന്നത്? ഇത് പെയർ റേറ്റ് 300 എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ബ്രീഡിങ്ങിനുള്ള സൈസ്. പിന്നെ ഓവർ സൈസ് ആകുമ്പോൾ നമ്മൾ കടക്കാർക്ക് ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യും. സൈസ് കൂടിയത് ചെയ്യാം അങ്ങനെ. പിന്നെ ഫീമെയിലാണ്. ഫീമെയിലൊക്കെ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ പെയറിടാൻ വേണ്ടിയിട്ട് പെയർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീഡിങ്ങിനുള്ളത് ചെയ്തെന്താ ഡംബോയറിന്റെ ഫീമെയിൽസാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഫസ്റ്റ് പാർട്ട് ഏകദേശം അവസാനിപ്പിക്കാനായി. അപ്പോൾ ഇവിടെ ഏകദേശം 7 വെറൈറ്റി ഗപ്പികൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഉണ്ട്. ഹോൾസെയിലാണ് പറഞ്ഞിട്ടൊക്കെ നമ്മളെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ഗപ്പികൾ. പിന്നെ ബെറ്റാസും കൊടുക്കാണ്ട് നമ്മൾ നേരത്തെ കാണിച്ച്. അപ്പോൾ കൊറിയറൊക്കെ എങ്ങനെയാ? അപ്പോൾ കൊറിയർ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് വഴി തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികളാണെങ്കിൽ അപ്പഴേക്ക് കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ മിക്കവാറും സെയിം ഡേയിൽ തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കത് കിട്ടും. അത് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഇനി കേരളത്തിൽ വെളിയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിലാണ് നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഗപ്പികൾ ഹോൾസെയിൽ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. ഗപ്പികൾ നമുക്ക് 100 പീസ് വേണം, 200 പീസ് വേണം. അതൊക്കെ ഇനി പ്രശ്നങ്ങളില്ല. അതൊക്കെ നമ്മൾ ക്യൂബ് അക്വാറ്റിക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾ 7 വെറൈറ്റി കാണിച്ചില്ല, അതിൻ്റെ ഫുള്ള് ഹോൾസെയിലായിട്ടുണ്ട് റീറ്റെയിലായിട്ടുണ്ട്. ഹോൾസെയിൽ പറയുമ്പോൾ നമുക്ക് മിനിമം എത്ര ഹോൾസെയിൽ നമ്മൾ അത് ഓരോരുത്തരും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് 50 പീസ് 100 പീസൊക്കെ ആയിട്ട് വന്നെടുക്കാറുണ്ട്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുക ഒരു 100 പീസൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് റേറ്റിലൊക്കെ ഒരു ഗുണം ശരിക്കും ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റിനേക്കാളും 10 കുറഞ്ഞു.
ഏകദേശം ഹോൾസെയിൽ ആകുമ്പോൾ അപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഹോൾസെയിൽ അന്വേഷിച്ചവർക്ക് ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് റൂട്ട് ഇവിടെ എത്തണമെങ്കിൽ എങ്ങനെയാണ്? ഇതിപ്പോൾ നമുക്ക് തൃപ്രയാർ അടുത്താണ് നമ്മുടെ സ്ഥലം. ഇപ്പോൾ ചാഴൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. പെരുങ്ങോട്ടുകാരെയൊക്കെ മിക്കവരും കേട്ടിട്ടുള്ള സ്ഥലം പെരായിരിക്കും. അപ്പം അതിനടുത്തായിട്ടാണ് ചാഴൂര് വടക്കേ ആല് ബസ് സ്റ്റോപ്പ്. അവിടെ വന്നു കഴിഞ്ഞ് ജസ്റ്റ് അവിടെ ആരോട് ചോദിച്ചാലും അറിയാം, ക്യൂബ് അക്വാട്ടിക്സ് അറിയാം. പിന്നെ നിറയെ വഴിയിലൊക്കെ ബോർഡുകളുണ്ട്, നമുക്കതൊക്കെ വെച്ചിട്ട് തരാം. ഇനി നമ്മൾ ഈ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. അപ്പം അതിനകത്തൊന്ന് വിളിച്ച് കൺഫേം ആക്കിയിട്ട് പറയാം, കാരണം നമ്മളിവിടെ ഉണ്ടോ അവൈലബിൾ ആണോ. അതെ അതെ അതെ, അത് ഒരു മാൻഡേറ്ററി ആയിട്ട് നോക്കണം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് വീഡിയോ കൊണ്ടാണ് നമ്മളത് പാർട്ട് 1ഉം പാർട്ട് 2 ചെയ്ത്. അപ്പോൾ പാർട്ട് 2 നമ്മൾ പ്രീമിയം ഗപ്പീസ്, ഹൈ ക്വാളിറ്റി ഗപ്പികൾ നമ്മൾ ആ വീഡിയോയിലൂടെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.